ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺ വെൽത്ത്. നമ്മളുടെ ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ട്രാറ്റജിയെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. വൺ ഈസ് ട്രേഡിംഗ് വ്യൂ ആൻഡ് ബിങ് എക്സിൽ നിങ്ങൾക്ക് ഇതൊരു അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ബിങ് എക്സിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ബിങ് എക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബിങ് എക്സിന്റെ ഹോം പേജിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. സ്ക്രോൾ ചെയ്ത് താഴെ എത്തുമ്പോൾ നമുക്ക് സിഗ്നൽ ട്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ സിഗ്നൽ ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സിഗ്നൽ ട്രേഡിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് സിഗ്നൽ ട്രേഡിംഗ് ക്രിയേറ്റ് എന്ന് ഇവിടെ ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്ട്രാറ്റജി ഇൻസ്ട്രക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യുക. സ്ട്രാറ്റജി ഇൻസ്ട്രക്ഷനിലേക്ക് സ്വിച്ച് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു നെയിം കൊടുക്കാനുള്ളതാണ്. ഞാൻ ഓട്ടോമേറ്റ് ട്രേഡിംഗ് കൊടുക്കുകയാണ്. പേര് കൊടുത്തതിന് ശേഷം ട്രേഡിംഗ് പെയർ സെലക്ട് ചെയ്യുക. BTC USDT സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ലെവറേജ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ലിവറേജ് എത്രയാണോ വേണ്ടതെന്നുള്ളത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 തന്നെ കൊടുക്കുകയാണ്. കൺഫേം കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിഫ്രഷ് ആയിരിക്കുന്നത് കാണാം. 2x എന്ന് വന്നു. ഞാൻ 2x ആണ് കൊടുത്തത്. ഇവിടെ 2x എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ വെബ് ഹുക്ക് URL-ഉം ഇൻഫോർമേഷനും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്ക് ടു ദ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു വ്യൂ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെബ് ഹുക്ക് URL-ഉം ഇൻഫോർമേഷനും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് വ്യൂവിലേക്ക് വരിക. ട്രേഡിംഗ് വ്യൂവിലേക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം BTC USDT ആണ് നമ്മൾ എക്സ്ചേഞ്ചിൽ സെലക്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് BTC USDT തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. BTC USDT എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബിങ് എക്സിലെ ഇൻസ്ട്രുമെന്റ് തന്നെ സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഓൾ സോഴ്സസിലേക്ക് വരിക. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബിങ് എക്സ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബിങ് എക്സ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബിങ് എക്സിലെ ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് പെർപ്പച്വൽ കോൺട്രാക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തിട്ട് ലോഞ്ച് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കൊരു സ്ട്രാറ്റജി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ സെക്ഷനിലേക്ക് വരുന്നു. വന്നതിന് ശേഷം ഇവിടെ ടെക്നിക്കൽസ് എന്ന് കാണാം. ടെക്നിക്കൽസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻഡിക്കേറ്ററിന്റെ സൈഡിലായിട്ട് നമുക്ക് സ്ട്രാറ്റജീസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ സ്ട്രാറ്റജീസിൽ ക്ലിക്ക് ചെയ്യുക. ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി വേണം സെലക്ട് ചെയ്യാൻ. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് സൂപ്പർ ട്രെൻഡ് കാണിക്കുകയാണ്. സൂപ്പർ ട്രെൻഡ് സ്ട്രാറ്റജി ഞാൻ സെലക്ട് ചെയ്തു. ആ ഒരു സ്ട്രാറ്റജി ഇവിടെ അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി ടെസ്റ്റർ എന്നുള്ള ഒരു ടാബ് ഉണ്ട് താഴെ. സ്ട്രാറ്റജി ടെസ്റ്റർ ടാബ് ഉണ്ട്. അതിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അതിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനിഷ്യൽ ക്യാപിറ്റൽ നമുക്കിവിടെ സെറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ 500 കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുള്ളത് ഓർഡർ സൈസ് ആണ്. അതായത് ഒരു ഓർഡറിന്റെ സൈസ് ആണ്. അത് ഒരു 100 കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ USDT സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അലേർട്ട് ആണ്. അത് ഇവിടെ തന്നെ വരിക. സെറ്റിംഗ്സിന്റെ മുകളിലായിട്ട് നമുക്ക് ആഡ് അലേർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈം ഫ്രെയിം നമുക്ക് ഏത് ടൈം ഫ്രെയിമിലാണോ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 5 മിനിറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണാൻ പറ്റും. ഈ ഒരു മെസ്സേജ് ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളുടെ ബിങ് എക്സിലേക്ക് ചെന്നിട്ട് ഈ ഒരു വ്യൂ ഇൻസ്ട്രക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇൻഫർമേഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഈ മെസ്സേജിന്റെ ഇവിടെ ഈ ഒരു ഇൻഫർമേഷൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻസിലേക്ക് വരിക. നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നോട്ടിഫൈ ഇൻ ആപ്പ്, അതിനുശേഷം സെൻഡ് ഇമെയിൽ എന്നൊക്കെ ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ എനേബിൾ ചെയ്തിട്ടാൽ നമുക്ക് ആ ഒരു ഓർഡർ എക്സിക്യൂഷന്റെ മെസ്സേജ് മെയിലായിട്ട് വരുന്നതാണ്. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെബ് ഹുക്ക് URL എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ വന്നിട്ട് നമ്മളുടെ ബിങ് എക്സിലേക്ക് പോയിട്ട് ഈ ഒരു വെബ് ഹുക്ക് URL കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വെബ് ഹുക്ക് URL പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു അലേർട്ട് ടാബിൽ വന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു അലേർട്ട് ഇവിടെ ആക്റ്റീവായിട്ട് റൺ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡിംഗ് വ്യൂ ബിങ് കണക്ട് ചെയ്ത് നിങ്ങളുടെ സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ റിക്വയർമെന്റ്സ് ആയിട്ട് വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി ട്രേഡിംഗ് വ്യൂവിൽ വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വെബ് ഹുക്കിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിനകത്ത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ഓപ്ഷൻ മാത്രമായിരിക്കും എനേബിൾ ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇമെയിലായിട്ട് വരും. ബട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് വെബ് ഹുക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ആദ്യം തന്നെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.